സമഗ്ര പി എസ് സിയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിലെ 5 ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ഐ ബിലീവ് ദാറ്റ് എവരി വൺ ഇൻ ദ കൺട്രി ഡാഷ് എ റോൾ ടു ഡു. ഐ ബിലീവ് ദാറ്റ് എവരി വൺ ഇൻ ദ കൺട്രി ഡാഷ് എ റോൾ ടു ഡു. ഹാവ് ഓപ്ഷനിലുണ്ട്, ഹാഡ് ഓപ്ഷനിലുണ്ട്, ഹാസ് ഉണ്ട്, അതുപോലെ ഹാവിങ് ഉണ്ട്. തന്നിരിക്കുന്ന ചോദ്യത്തിൽ എവരി വൺ, എവരിബഡി, എവരിത്തിങ്, അതുപോലെ സം വൺ, സംബഡി, സംതിങ്, എനിവൺ, എനിബഡി, എനിത്തിങ്, നോ വൺ, നോബഡി, നത്തിങ് മുതലായ വാക്കുകളുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് സിംഗുലാർ ആയിരിക്കണം. തന്നിരിക്കുന്ന ചോദ്യത്തിൽ എവരി വൺ ഉള്ളതിനാൽ നമുക്ക് ഉത്തരം ഹാസ് എന്ന സിംഗുലാർ ഓക്സിലറി വെർബ് ഉത്തരമായി എഴുതാം. രണ്ടാമത്തെ ചോദ്യം, ഹീ ക്യാൻ പ്ലേ ഡാഷ് വയലിൻ. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഹീ ക്യാൻ പ്ലേ ഡാഷ് വയലിൻ. എ ഓപ്ഷനിലുണ്ട്, ദായുണ്ട്, ആനുണ്ട്, സമ്മുണ്ട്. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഡാഷ് കഴിഞ്ഞ് നാച്ചുറൽ ട്രൂത്തിനെ സംബന്ധിക്കുന്ന വാക്കുകൾ, പ്രകൃതി സത്യങ്ങൾ അല്ലെങ്കിൽ നെയിം ഓഫ് ഷിപ്പ്, അതുപോലെ ട്രെയിന്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, സിംഗിൾ മൗണ്ടെയിൻ, സിംഗിൾ ഐലൻഡ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നിവയെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രി എങ്ങനെ മനസ്സിലാക്കാം? ESTയിൽ അവസാനിക്കുന്നതോ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം വാക്കുകൾക്ക് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ചോദ്യത്തിൽ ഡാഷ് കഴിഞ്ഞ് വയലിൻ എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വന്നിരിക്കുന്നത് കൊണ്ട് ദ എന്ന ആർട്ടിക്കിൾ ഉത്തരമായി ഉപയോഗിക്കാം. മൂന്നാമത്തെ ചോദ്യം, ഹി ഡാഷ് ഇൻ തിരുവനന്തപുരം സിൻസ് 1980. ഹി ഡാഷ് ഇൻ തിരുവനന്തപുരം സിൻസ് 1980. ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. വാസ് ലിവിങ് ഓപ്ഷനിലുണ്ട്, ലിവ്ഡ് ഓപ്ഷനിലുണ്ട്, ഈസ് ലിവിങ് ഓപ്ഷനിലുണ്ട്, ഹാസ് ബീൻ ലിവിങ് ഓപ്ഷനിലുണ്ട്. ചോദ്യത്തിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ, സിൻസ് ഫോർ വരുന്ന സെൻറ്റൻസുകളിൽ ഉത്തരം ഹാസ് ബീൻ ഓർ ഹവ് ബീൻ പ്ലസ് ING ആയിരിക്കും. തന്നിരിക്കുന്ന ചോദ്യത്തിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഏതെഴുതാം? ഹാസ് ബീന് അല്ലെങ്കിൽ ഹവ് ബീൻ പ്ലസ് ING. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഹാസ് ബീൻ പ്ലസ് ING ഉത്തരം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹവ് ബീൻ പ്ലസ് ING ഉത്തരം. ഇവിടെ സിൻസ് വരുന്നത് കൊണ്ട് നമുക്ക് ഏത് ഹാസ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് എഴുതാം. ഇവിടെ ഹി സബ്ജക്റ്റ് സിംഗുലാർ ആണ്, അതുകൊണ്ട് തന്നെ ഡി ഓപ്ഷൻ ആയിട്ടുള്ള ഹാസ് ബീൻ ലിവിങ് ഉത്തരമായിട്ട് വരുന്നു. നാലാമത്തെ ചോദ്യം, അച്ചു പ്ലേസ് ക്രിക്കറ്റ്. അച്ചു പ്ലേസ് ക്രിക്കറ്റ്. പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷനിൽ ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ അച്ചു. രണ്ടാമത്തെ ഓപ്ഷൻ ക്രിക്കറ്റ് വാസ് പ്ലേഡ് ബൈ അച്ചു. മൂന്നാമത്തത് ക്രിക്കറ്റ് വാസ് ബീയിങ് പ്ലേഡ് ബൈ അച്ചു. നാലാമത്തത് ക്രിക്കറ്റ് ഈസ് പ്ലേയിങ് ബൈ അച്ചു. ഒന്ന് നോക്കിയോ, തന്നിരിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് നൗണുകളിൽ തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസുകളാണ് തന്നിരിക്കുന്നതെങ്കിൽ അവയുടെ പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് V3 പ്ലസ് ഓർ മൈനസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഒബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, V3 ബൈ സബ്ജക്റ്റ്. വെർബുകൾക്ക് ശേഷം വരുന്ന വാക്കുകളാണ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അത് മാറ്റമില്ലാതെ എടുത്തെഴുതുക. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ മെയിൻ വെർബിൻ്റെ സവിശേഷത അനുസരിച്ച് ഓക്സിലറി കണ്ടെത്തി എഴുതാം. പാസീവ് വോയിസ് വച്ചിട്ട് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ, തന്നിരിക്കുന്ന സെൻറ്റൻസ് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? വെർബ് V1 എസ്സിൽ അവസാനിക്കുന്ന വെർബുകളാണെങ്കിൽ നമുക്ക് ഓക്സിലറി ആയിട്ട് ഈസ് എഴുതാം, ആം എഴുതാം, ആർ എഴുതാം. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഈസ് എഴുതുക, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ എഴുതുക, സബ്ജക്റ്റ് I വന്നാൽ മാത്രം ആം എഴുതുക. അതായത് നമ്മൾ എടുത്തെഴുതുന്ന ഒബ്ജക്റ്റുകൾ. ഇനി വെർബ് V2 ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറെ എഴുതുക. ഒബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ വാസ് എഴുതുക, ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേറെ എഴുതുക. ബൈ ചേർത്ത് സബ്ജക്റ്റും കൂടെ ഫ്രണ്ടിൽ കിടക്കുന്ന സബ്ജക്റ്റ് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് കൊണ്ട് എഴുതുക. പ്രോനൗണുകളാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് രൂപമാക്കി മാറ്റി എഴുതണം. ഇവിടെ അച്ചു എന്ന് പറയുന്ന സബ്ജക്റ്റാണ്, പ്ലേസ് എന്ന് പറയുന്നത് വെർബാണ്, ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ്. എസ്സിൽ അവസാനിക്കുന്ന വെർബ് ആയതുകൊണ്ട് നമുക്ക് ഏതൊക്കെ ഓക്സിലറി എടുക്കാം? ഈസ് എടുക്കാം, ആം എടുക്കാം, ആർ എടുക്കാം. മൂന്നും എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനനുസരിച്ച് ഓക്സിലറിയിൽ ഏതെങ്കിലും ഒന്ന് നിലനിർത്തണം. ഓക്കെ, ക്രിക്കറ്റ് സിംഗുലാർ ആയതുകൊണ്ട് ഈസ് എഴുതുക. വെർബിൻ്റെ മൂന്നാമത്തെ രൂപം പ്ലേ എന്നതിൻ്റെ മൂന്നാമത്തെ രൂപം പ്ലേഡ് എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ഉത്തരം? ദി ഒബ്ജക്റ്റ് ക്രിക്കറ്റ്. അപ്പോൾ ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ അച്ചു. ക്രിക്കറ്റ് ഈസ്
പ്ലേഡ് ബൈ അച്ചു. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ദിസ് ഈസ് ദ ബോയ് ഡാഷ് വോൺ ദ ഗോൾഡ് മെഡൽ. ദിസ് ഈസ് ദ ബോയ് ഡാഷ് വോൺ ദി ഗോൾഡ് മെഡൽ. റിലേറ്റീവ് പ്രോനൗണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷനിൽ ഹൂ ഉണ്ട്, ഹൂസ് ഉണ്ട്, വിച്ച് ഉണ്ട്, അതുപോലെ ഹൂം ഉണ്ട്. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളാണെങ്കിൽ ഡാഷ് കഴിഞ്ഞ് മെയിൻ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഹൂ ഉത്തരമായി എഴുതാം. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്ക് കഴിഞ്ഞ് ഓക്സിലറി വെർബോ മെയിൻ വെർബോ ആണെങ്കിൽ ഉത്തരം ഹൂ എഴുതാം. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഡാഷ് കഴിഞ്ഞ് നൗണാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഹൂസ് ഉത്തരമായി എഴുതാം. അതുപോലെ പേഴ്സണെ വ്യക്തികളെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞ് പ്രോനൗണുകളാണ് കിടക്കുന്നതെങ്കിൽ ഹൂം ഉത്തരമായിട്ട് എഴുതാം. ഇപ്പോൾ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന പേഴ്സണെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസിൽ ഡാഷ് കഴിഞ്ഞ് വരുന്ന വാക്ക് ഓക്സിലറി വെർബോ മെയിൻ വെർബോ ആണെങ്കിൽ ഹൂ ഉത്തരമായി എഴുതാം. ഡാഷ് കഴിഞ്ഞ് നൗണുകളാണ് കിടക്കുന്നതെങ്കിൽ ഹൂസ് ഉത്തരമായി എഴുതാം. ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസിൽ ഡാഷ് കഴിഞ്ഞ് പ്രോനൗണുകളായിട്ടുള്ള ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ഇവയിലൊന്നാണ് വരുന്നതെങ്കിൽ ഹൂം ഉത്തരമായി എഴുതാം. നമ്മുടെ ചോദ്യത്തിൽ ബോയ് എന്ന് പറയുന്ന ഒരു പേഴ്സണാണ്. ഡാഷ് കഴിഞ്ഞ് വോൺ എന്ന് പറയുന്ന വിന്നിൻ്റെ പാസ്റ്റ് രൂപമാണ്. അതൊരു വെർബ് രൂപമാണ്. വെർബ് ആയതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഇക്വേഷനായിട്ടുള്ള പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ് എന്ന ഇക്വേഷൻ പ്രകാരം ഹൂ ഉത്തരമായിട്ട് എഴുതാം.